അതെ. ഒരു ബിസിനസ്സിന് അത്യന്താപേക്ഷിതമായ കാര്യമാണല്ലോ മൂലധനം എന്ന് പറയുന്നത്. ഈ മൂലധനം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. ഇതിനകത്ത് പേഴ്സണൽ സേവിംഗ് ആണ് ആദ്യത്തെ പോയിന്റ്. നമുക്ക് പേഴ്സണൽ സേവിംഗ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മൂലധനമായി മാറ്റിക്കൊണ്ട് നമ്മുടെ ബിസിനസ് ഒക്കെ നമുക്ക് ആരംഭിക്കാവുന്നതാണ്. ചെറുകിട ബിസിനസ്സുകളൊക്കെ തന്നെ ആദ്യം ആരംഭിച്ചു തുടങ്ങുന്നത് മിക്കവാറും ഈ പേഴ്സണൽ സേവിംഗ് കൊണ്ടാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ബാങ്ക് ലോണുകൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്ലാൻ, അത് ബിസിനസ് പ്ലാൻ വളരെ നല്ലതാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ബാങ്കുകൾ ലോൺ തരുന്നതാണ്. അതിന് എക്സാമ്പിളാണ് MSME ലോണ്, അതുപോലെ മുദ്ര ലോണ്, അതുപോലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ലോണുകളൊക്കെ തന്നെ. അതേപോലെ പുതിയ കാലഘട്ടത്തിലെ ഒരു ഫണ്ടിങ് രീതിയാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ബിസിനസ് ആരംഭിക്കുന്ന ഒരു രീതിയാണത്. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതേപോലെ പോപ്പുലറും ആയിട്ടുള്ള ഒരു രീതിയാണ് ഗവൺമെന്റ് പോളിസികളിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റ് പദ്ധതികളിൽ നിന്ന് ലോണുകൾ എടുക്കുന്ന ഒരു രീതി. അപ്പോൾ ഇതിനൊരു ഉദാഹരണങ്ങളാണ് PMEGP, മുദ്ര യോജന, അതേപോലെ തന്നെ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതികളൊക്കെ തന്നെ. അപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി മൂലധനം കണ്ടെത്താനുള്ള നിരവധി വഴികളാണ് ഇതിലിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്തരം ബിസിനസ് വീഡിയോസിനായി എന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.